ഹരികുമാർ സാർ നമസ്കാരം. നമസ്തേ. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യയും അമേരിക്കയും തമ്മിലൊരു രഹസ്യധാരണ ഉണ്ടായിരുന്നോ എന്നൊരു സംശയം ഇപ്പം രൂപപ്പെടുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു ഈ ഖിരാന ഹിൽസിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തെ പറ്റിയിട്ട്, അണുവായുധങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ്റെ. അപ്പോൾ ഇപ്പം നിലവിൽ രൂപപ്പെടുന്നൊരു പ്രധാനപ്പെട്ടുള്ളൊരു സംശയം എന്ന് പറയുന്നത്, കറാച്ചി തുറമുഖം വളരെ എളുപ്പത്തിൽ ഇന്ത്യക്ക് ആക്രമിക്കാമായിരുന്നു. എന്തുകൊണ്ട് ഇന്ത്യ അത് ചെയ്തില്ല? പകരം ഈ ഖിരാന ഹിൽസ് ഇന്ത്യ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? ഇത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡീലിൻ്റെ അടിസ്ഥാനത്തിലാണോ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ളത്? അങ്ങനെയാണോ യഥാർത്ഥത്തിൽ? അങ്ങനെയുള്ള സംശയങ്ങളും വാർത്തകളും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതായത് ഇന്ത്യക്ക് പാകിസ്ഥാന്റെ ഹൈ സെക്യൂരിറ്റി, ഏറ്റവും അധികം സെക്യൂരിറ്റി ഉള്ള, അതായത് അമേരിക്കയുടെയും ചൈനയുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, HQ-19 അതുപോലെ തന്നെ അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനം, ഇതൊക്കെ സ്ഥാപിച്ചിരിക്കുന്ന റാവൽപിണ്ടി, അതല്ല ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ അണ്വായുധങ്ങൾ സൂക്ഷിക്കുന്ന കിരാന ഹിൽസ്, ഇവിടെയൊക്കെ ഇന്ത്യക്ക് ആക്രമിക്കാമെങ്കിൽ ജക്കോബാബാദിലോ അതല്ലെങ്കിൽ ലാഹോറിലോ ഒക്കെ തന്നെ നമുക്ക് ആക്രമിക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ കറാച്ചി തുറമുഖത്തെ വിട്ടുകളഞ്ഞത്? നമുക്കിപ്പോ ഈസി ആയിട്ട് ആ തുറമുഖം നശിപ്പിച്ചു കളയാമായിരുന്നു. പക്ഷെ ഇന്ത്യ എന്തുകൊണ്ട് അത് ചെയ്തില്ല? അതിന് ഒരു മറുപടി പല വിദേശ മാധ്യമങ്ങളിലും പറയുന്നത്, ഇസ്രായേലും അമേരിക്കയും ഇന്ത്യയോട് ചില അപേക്ഷകൾ നടത്തിയിരുന്നു, ചില റിക്വസ്റ്റ് നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ ഒരു റിക്വസ്റ്റ് ആണ് ഇന്ത്യ തൽക്കാലം കറാച്ചി ആക്രമിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തിയതെന്നാണ് ചില വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇതിന് പകരമായിട്ട് പാകിസ്ഥാന്റെ സൈനിക നീക്കത്തെക്കുറിച്ച് വളരെ കൃത്യമായ മുന്നറിയിപ്പുകൾ അമേരിക്ക ഇന്ത്യക്ക് നൽകുകയും ഈ കിരാന കുന്നുകൾ ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ അണ്വായുധ ശേഖരങ്ങളുള്ള സ്ഥലങ്ങളിലെ സ്പോട്ടുകൾ നമുക്ക് കൃത്യമായിട്ട് അമേരിക്ക തരികയും ചെയ്യും. അപ്പൊ അമേരിക്ക ഒരേ സമയം മുയലിനൊപ്പം ഓടുകയും വേട്ടപ്പട്ടിക്കൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന ഒരു നയമാണ് പാകിസ്ഥാനോട് സ്വീകരിക്കുന്നത്. അവിടെ അമേരിക്കയ്ക്ക് പാകിസ്ഥാനോട് അങ്ങനെ ദേഷ്യം തോന്നാൻ ചില കാരണങ്ങളുണ്ട്. ചൈനയാണല്ലോ ഇപ്പം പാകിസ്ഥാന്റെ ഏറ്റവും വലിയ സുഹൃത്ത്. അപ്പോൾ പാകിസ്ഥാൻ അമേരിക്ക കൊടുത്ത ഒരു മുന്നറിയിപ്പും കൂടാണ്. അതായത് ചൈനയ്ക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ രക്ഷിക്കാനൊന്നും പറ്റത്തില്ല. ഒന്നാമത് ആയുധങ്ങൾ ഗുണമില്ല. രണ്ടാമത്തേത്, എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും ഇന്ത്യക്ക് കൊടുത്താൽ അതോടെ നിങ്ങൾ തീരും. ഇത് ഒരു ഓർമ്മപ്പെടുത്തലും ആയിരുന്നിരിക്കണം എന്നൊരു സൂചനയാണ് വിദേശത്തു നിന്ന് ചില പ്രതിരോധ വിശകലന വിദഗ്ധർ നൽകുന്നത്. ഇതിൽ എന്തുകൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയും കറാച്ചി ആക്രമിക്കരുത് എന്ന് ഇന്ത്യയോട് അപേക്ഷിച്ചത്? അതിനൊരു കാരണമുണ്ട്. അതാണ് ഈ ഒരു വാദഗതിയെ വിശ്വസനീയമാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇറാൻ യുദ്ധം തുടങ്ങാൻ പോവുകയാണ്, ഇറാനെതിരെയുള്ള ആക്രമണം തുടങ്ങാൻ ഒരു പ്ലാന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ടായി. ഇനി ഒരു സാഹചര്യം വേണ്ടി വന്നാൽ അമേരിക്കയുടെ പടക്കപ്പലുകൾ കറാച്ചി തുറമുഖത്ത് ആങ്കർ ചെയ്തുകൊണ്ട് അവിടെ നിന്നും ഇറാന് നേരെ ആക്രമണം നടത്താം എന്നൊരു ആശയം അമേരിക്കയുടെ കൈവശം ഉണ്ടായി. ഇങ്ങനെ ഉള്ള ഒരു പദ്ധതി പ്രകാരം കറാച്ചി തുറമുഖത്തെ അമേരിക്കയ്ക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ്. അതല്ല, ഇന്ത്യയുടെ ഒരു ആക്രമണത്തിൽ കറാച്ചി തുറമുഖം പൂർണ്ണമായിട്ട് തകർന്നു പോയാൽ പിന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഈ തുറമുഖം ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ അമേരിക്കയുടെ സൈനിക കപ്പലുകൾ കറാച്ചി തുറമുഖത്ത് നങ്കൂരമിട്ട് കിടപ്പുണ്ട്. അമേരിക്കയുടെ അന്തർവാഹിനികളും കപ്പലുകളും തൽക്കാലം ഇറാനെതിരെയുള്ള ആക്രമണത്തിനായിട്ട് അത് ഉപയോഗിക്കുന്നില്ല. പക്ഷേ അമേരിക്കയുടെ ഇപ്പോഴത്തെ ഇറാൻ യുദ്ധത്തിലും അമേരിക്കയുടെ യാനങ്ങൾ, അത് യുദ്ധക്കപ്പലുകളാകട്ടെ, അന്തർവാഹിനികളാകട്ടെ, മറ്റു തരത്തിലുള്ള നിരീക്ഷണ ഹെലികോപ്റ്ററുകളൊക്കെ ആകട്ടെ, അതൊക്കെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നത് കറാച്ചിയിലാണ് എന്നൊരു സൂചനയാണ് പുറത്തു വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ ഒരു താവളമായിട്ട് കറാച്ചി ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ അത് സുരക്ഷിതമായിട്ട് അവിടെ ഇരിക്കണം. അതിനുവേണ്ടിയാണ് അന്ന് അമേരിക്ക ഇന്ത്യയോട് ഇങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തിയത്. മാത്രവുമല്ല, അപ്പൊ ഇന്ത്യ തീർച്ചയായിട്ടും തിരിച്ചു ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഈ കറാച്ചിയിൽ നങ്കൂരമിട്ടിരിക്കുന്ന പാകിസ്ഥാനി യുദ്ധക്കപ്പലുകൾ ഞങ്ങളെ ആക്രമിച്ചാൽ എന്ത് ചെയ്യും? അവിടെ അമേരിക്ക തന്ത്രപൂർവ്വം പാകിസ്ഥാനെ ബോധ്യപ്പെടുത്തി ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ
കുറഞ്ഞ ഇപ്പോൾ 700 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ബ്രഹ്മോസ് നമ്മുടെ കയ്യിലുണ്ട്. 500, 700, 300. ഇതില് ഈ 700 കിലോമീറ്റർ ദൂരപരിധിയുള്ള മുങ്ങിക്കപ്പലുകൾ, ഈ ബ്രഹ്മോസ് മിസൈലുകളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ അങ്ങ് ഇറാന്റെ അതിർത്തിയിലുള്ള ഏതാണ്ട് ഗ്വദർ തുറമുഖത്തിന്റെ അപ്പുറത്ത് കൊണ്ടുപോയി നിങ്ങൾ നിങ്ങളുടെ യുദ്ധക്കപ്പലുകൾ പാർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് പാകിസ്ഥാന്റെ യുദ്ധക്കപ്പലുകളെ അമേരിക്ക അവിടുന്ന് നീക്കി. അപ്പോ അങ്ങനെ നീക്കി കഴിഞ്ഞപ്പോൾ ഇന്ത്യക്ക് നേരെ ആക്രമണം അവർക്ക് നടത്താനുള്ള ഒരു ശേഷി ഇല്ലാതായി. അപ്പോൾ അമേരിക്ക വളരെ തന്ത്രപൂർവ്വം ഇക്കാര്യത്തിൽ ഇടയ്ക്ക് ഇന്ത്യയോടൊപ്പം നിൽക്കും, ഇടയ്ക്ക് പാകിസ്ഥാനോടൊപ്പം നിൽക്കും. ഇങ്ങനെ ഒരു കളി കളിച്ചു. ഈ കളിയാണ് യഥാർത്ഥത്തിൽ കറാച്ചിയെ രക്ഷിച്ചത്. അതല്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഒരൊറ്റ ദിവസം കൊണ്ട് കറാച്ചി തുറമുഖവും അതിന് ചുറ്റുമുള്ള പട്ടണവും ഇന്ത്യ നാമാവശേഷമാക്കുകയായിരുന്നു എന്നാണ് കിട്ടുന്ന സൂചന. കാരണം നമ്മുടെ വിക്രാന്ത് കാരിയർ ഗ്രൂപ്പ്, അതായത് വിമാനവാഹിനി കപ്പലായ വിക്രാന്തും അതിനോടനുബന്ധിച്ചുള്ള ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും അതുപോലെയുള്ള കോർവെറ്റുകളും ഇതെല്ലാം തന്നെ ഈ കറാച്ചി തുറമുഖത്തെ ലക്ഷ്യമാക്കി നീങ്ങിയിരുന്നു. തൽക്കാലം അമേരിക്കയുടെ ഉറപ്പിലാണ് അത് അവിടേക്ക് ആക്രമണം നടത്താതിരുന്നത്. ഇതൊക്കെ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. അപ്പൊ ഇതിൽ വിശ്വസിക്കാൻ, ഇതൊക്കെ ഒരു ഗൂഢാലോചന സിദ്ധാന്തമാണോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയേണ്ടത്, ഇതിൽ യുക്തിയുണ്ട്. കാരണം ഇപ്പോൾ തന്നെ നമുക്കറിയാം പല അമേരിക്കൻ കപ്പലുകളും കറാച്ചിയിൽ നങ്കൂരമിട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ ആ സമയത്ത് പാകിസ്ഥാന്റെ യുദ്ധക്കപ്പലുകളെല്ലാം കറാച്ചിയിൽ നിന്നും മാറ്റി മറ്റ് വിദൂര തുറമുഖങ്ങളിലേക്ക് മാറ്റിയിരുന്നു എന്നുള്ളത് തെളിവുകളുണ്ട്. പബ്ലിക് ഡൊമൈനിലുള്ള തെളിവുകളാണ്. പാകിസ്ഥാൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇന്ത്യ ആക്രമിച്ചില്ല എന്നുള്ളതും അതിനേക്കാൾ വലിയ അത്ഭുതമാണ്. കാരണം പെഷവാറിലോ അല്ലെങ്കിൽ ഇതിനേക്കാളൊക്കെ ഇത് ഏതാണ്ട് ഗുജറാത്ത് തീരത്തു നിന്ന് ഒരു 200 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. ഒരു 300 കിലോമീറ്റർ ദൂരപരിധിയുള്ള ബ്രഹ്മോസിന്റെ പ്രൈമറി വെർഷൻ പോലും ഉപയോഗിച്ചാൽ കറാച്ചിയെ ഇല്ലാതാക്കാം. 17 ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ച് 11 എയർഫീൽഡുകൾ തകർത്തത്. എന്താ 18ാമത് ഒരെണ്ണം കൂടെ ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ടാണ്? അല്ലല്ലോ. പിന്നെ ഇന്ത്യക്ക് അങ്ങനെ പാകിസ്ഥാനോട് ഇളവ് തോന്നേണ്ട യാതൊരു കാര്യവും ഇല്ലല്ലോ. അപ്പം അവിടെ മറ്റാരോ ഒരു ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോ കൃത്യമായിട്ടും ഇന്ത്യ പാകിസ്ഥാന്റെ അണ്വായുധ ശേഖരം ഇരിക്കുന്ന പ്രദേശത്ത് കൃത്യമായി ആക്രമണം നടത്തി. സാധാരണ അതൊരു ഹൈലി ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ്. അത് ആരെങ്കിലും നമുക്ക് തരാതെ നമുക്കത് കിട്ടില്ല. ആര് തന്നായിരിക്കണം? അത് അമേരിക്ക തന്നെ തന്നായിരിക്കണം. അതിന് വേറൊരു ലക്ഷ്യം കാണും. അതായത് ഈ അണ്വായുധങ്ങൾ, പാകിസ്ഥാൻ അണ്വായുധങ്ങളുടെ നിയന്ത്രണം ചൈനയ്ക്കൂടെ ലഭിക്കുമോ എന്നൊരു പേടി അമേരിക്കയ്ക്ക് വന്നു തുടങ്ങി. കാരണം 2022 ശേഷം പാകിസ്ഥാൻ വാങ്ങിച്ച ആയുധങ്ങൾ 80% ചൈനയുടെ കൈവശമാണ്. അപ്പൊ ചൈനയ്ക്ക് പാകിസ്ഥാന് മേലുള്ള സ്വാധീനം 10 മടങ്ങ് വർദ്ധിക്കുന്നതായിട്ടും അമേരിക്കയ്ക്ക് തോന്നും. അപ്പോ ഇതിലെ കുറച്ച് ന്യൂക്ലിയർ ആയുധങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ നന്നായിരിക്കും എന്നൊരു തോന്നൽ അമേരിക്കയ്ക്ക് ഉണ്ടായി കാണും. കാരണം ഇവിടെ ഈ ന്യൂക്ലിയർ ആയുധങ്ങൾ കുറെ എണ്ണം അങ്ങ് തീർന്നു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ നെഗളിപ്പ് കുറെ അങ്ങ് തീരും. ചൈനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പാകിസ്ഥാന് മനസ്സിലാവും. HQ-19 എയർ ഡിഫൻസ് സിസ്റ്റം കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് പാകിസ്ഥാന് മനസ്സിലായി. അതുപോലെ JF-17 യുദ്ധവിമാനത്തിനെ കൊണ്ടും കാര്യമില്ല എന്ന് പാകിസ്ഥാന് മനസ്സിലായി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്തരം തിരിച്ചറിവുകൾ പാകിസ്ഥാന് കഠിനമായ രീതിയിലാണെങ്കിലും അത് കൊടുത്തേ പറ്റൂ. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞപ്പോൾ കിട്ടന് ഉറക്കം വന്നു എന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട് തെക്കൻ കേരളത്തില്. ഈ ഒരു പഴഞ്ചൊല്ല് പോലാണ് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പാകിസ്ഥാന് കാര്യം മനസ്സിലായി, ഇത് അപകടമായി, ഈ കളി ശരിയാവില്ല എന്ന്. അതോടുകൂടി അവര് ആ കളി നിർത്തി. അതാണ് പെട്ടെന്ന് അവര് ഇന്ത്യയിലേക്ക് വിളിച്ചിട്ട് പിന്നെ വെടിനിർത്തലിന് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഒരു റിക്വസ്റ്റ് ചെയ്തത്. ഇക്കാര്യത്തിൽ ഒരുപക്ഷെ അമേരിക്ക ഇന്ത്യയോട് ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇതൊക്കെ കണക്കിലെടുത്തിട്ടാവണം ഡൊണാൾഡ് ട്രംപ് താനാണ് യുദ്ധം നിർത്തിയത് എന്ന അവകാശവാദം ഉന്നയിച്ചത്. ഡയറക്റ്റായിട്ട് പക്ഷെ ഇന്ത്യക്ക് അവിടെയുള്ള ഒരു കുഴപ്പം, ഇത് അംഗീകരിച്ചാൽ അമേരിക്ക ഇവിടെ ഇടപെട്ടു എന്നുള്ള ഒരു കാര്യം നമ്മൾ അംഗീകരിക്കുക, അമേരിക്ക ഒരു മധ്യസ്ഥനായിട്ട് എല്ലാ വിഷയത്തിലും നമ്മൾ അംഗീകരിക്കുകയും ചെയ്യേണ്ടി വരും. അത് കാരണമാണ് മോദി ഇക്കാര്യത്തിൽ ട്രംപ് പറഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് നിഷേധിച്ചത്. പക്ഷെ അതൊരു വളരെ തന്ത്രപൂർവ്വം ഞങ്ങളുടെ സഹായം ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യ അത് അംഗീകരിച്ചേ. ഇവിടെ എന്തായാലും ശരി, നമ്മൾ പുറത്തറിയുന്നതിനപ്പുറമുള്ള യുദ്ധത്തിലെ തന്ത്രങ്ങളും അതിലെ നടപടികളും ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉണ്ടായിരുന്നു. അമേരിക്ക പാകിസ്ഥാനോടുള്ള അമേരിക്കയുടെ സമീപനത്തിൽ ചില വ്യത്യാസങ്ങൾ വന്നിരുന്നു. അപ്പോൾ തന്നെ ഒരുപക്ഷെ
ഈ അടുത്ത സമയത്ത് അമേരിക്കൻ അംബാസഡർ സെർജിയോ ഗോർ കാശ്മീരിൽ പോവുകയും കാശ്മീർ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തത് അന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ അമേരിക്ക സ്വീകരിച്ച നിലപാടിന്റെ തുടർച്ചയാവാൻ തന്നെയാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. ഒരു കൈകൊണ്ട് ഇന്ത്യക്ക് ഒരു വശത്തോട് ഇന്ത്യക്ക് നേരെ ഭീഷണികൾ മുഴക്കുമ്പോഴും പിന്നെ താരിഫ് യുദ്ധം പ്രഖ്യാപിക്കുമ്പോഴും ഒക്കെ അമേരിക്ക പലതും ഇതൊന്നും ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അമേരിക്ക ഈ വലിയ താരിഫൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും പല ഐറ്റവും താരിഫിലുള്ളതല്ല. ഇന്ത്യ അമേരിക്കയിലോട്ട് കയറ്റുമതി ചെയ്യുന്ന പ്രധാന ഐറ്റം ഒന്നും തന്നെ താരിഫിന്റെ സ്ട്രക്ചറിൽ വരുന്നതല്ല. അപ്പൊ അമേരിക്ക ഒരുപക്ഷെ ട്രംപിന് മറ്റു രാജ്യങ്ങളെ ഇന്ത്യയെ ഞങ്ങൾ ഭീഷണിപ്പെടുത്തുന്നു പിന്നല്ലയോ നിന്നെയൊക്കെ എന്നുള്ള രീതിയിൽ മറ്റു രാജ്യങ്ങളുടെ നേരെ വെല്ലുവിളി നടത്താനായിരിക്കും. എന്തായാലും ഇതൊന്നും വളരെ ലളിതമായിട്ട് ഈ ഡിപ്ലോമാറ്റിക് പ്രഷർ ടാക്ടിക്സിനെ വളരെ ലളിതമായിട്ട് വ്യാഖ്യാനിക്കുന്നതിൽ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്, അപകടങ്ങളുമുണ്ട്. നമ്മൾ തെറ്റായ കൺക്ലൂഷൻസിലായിരിക്കും എത്തുന്നത്. എന്തായാലും ശരി, ഇത് ഒരു പുതിയ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ഒരു പുതിയ അറിവാണ് ഞാൻ ഇവിടെ പങ്കുവെച്ചത്. ഇത് എത്രത്തോളം ഇത് ശരിയാണ് എന്നൊന്നും എനിക്കിപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ തീർച്ചയായിട്ടും ഈ വിശദീകരണത്തിൽ വലിയൊരു യുക്തിയുണ്ട് ഇത് വിശ്വസിക്കാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ കൂടുതൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് അതായത് പാകിസ്ഥാന്റെ വിമാനങ്ങൾക്ക് സംഭവിച്ച പ്രശ്നങ്ങളെ കുറിച്ചുള്ള മറ്റൊരു ചർച്ചയുമായിട്ട് വീണ്ടും അടുത്ത ദിവസം നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലെത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.